ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ന്യൂ മൂണിൻ്റെ ഒരു ചെറിയ എനർജി കൂടി എടുക്കുകയാണ്. എൻ്റെ വ്യൂസിന് ന്യൂ മൂണ് എങ്ങനെയാണ് ബാധിക്കുന്നത്, നിങ്ങളിൽ കൂടുതൽ നെഗറ്റിവിറ്റീസ് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. നെഗറ്റിവിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഓർമ്മകളിൽ നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ച് ഒരുപാട് പെയിൻ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓർത്തോർത്ത് നിങ്ങൾക്ക് കരച്ചിൽ വരുന്ന ഒരു സമയം ഇവിടെ കാണുന്നു. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുവാൻ പറയുന്നുണ്ട്. ഓക്കെ, എംപ്രസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളിൽ നിന്ന് ചില നല്ല ഗ്രോത്തുകൾ ഉണ്ടായിരുന്ന നിമിഷങ്ങളുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നഷ്ടമായി പോയതിനെ ഓർത്ത് ഇവിടെ 8 ഓഫ് കപ്പാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാം, ഇത് ഉപേക്ഷിച്ച് പോകുന്ന ഒരവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. ഒരു സ്വർഗ്ഗതുല്യമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു ജോലിയോ സാമ്പത്തിക കാര്യങ്ങളോ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് പെട്ടെന്ന് നഷ്ടമായി പോയി. അപ്പോൾ ആ ഓർമ്മകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ന്യൂ മൂണുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഈ ഒരു അടുത്ത ദിവസമായിട്ട്, ഇന്നലെയോ ഇന്നോ നാളെയോ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങൾ ഒരുപാട് വേദനിക്കുന്ന ഒരു എനർജിയിൽ കൂടി കടന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നെഗറ്റീവിലേക്ക് പോകാതിരിക്കുക, നിങ്ങൾ സ്ട്രെങ്തിലേക്ക് പോകുക. ഓക്കെ, പാസ്റ്റ് നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളുടെ പഠനം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ഇതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരും. ഇന്ന് നിങ്ങളൊരു കത്തിയെ പോലെയാണ്. അതിന് മൂർച്ചയില്ലാത്തത് കൊണ്ട് യൂണിവേഴ്സ് നിങ്ങളെ മൂർച്ചയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലൈഫിൽ ചില കാര്യങ്ങൾ സംഭവിച്ചത്. നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി തന്നെ മാറുമെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. നിങ്ങൾ റിലീസ് ചെയ്യുക നെഗറ്റിവിറ്റി. യൂണിവേഴ്സ് പറയുന്നു, നിങ്ങൾ സക്സസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത്രയും നാൾ അന്ധകാരമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. അന്ധകാരത്തിലായിരിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതായി കാണുന്നു. ചില വ്യക്തികൾക്ക് നല്ല കോൺഫിഡൻസ് വന്നിരിക്കുന്നു. ലിയോ എനർജിയെ പോലെ, ഒരു സിംഹത്തെ പോലെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങളുടെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആരെയെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നിവിടെ കാണുന്നു. ഇവിടെ 6 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾ ചില കാര്യങ്ങൾ പാസ്റ്റിനെ വിട്ടുകളയുക എന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും നിങ്ങൾ പഴയ കാര്യങ്ങളിലേക്ക് നിൽക്കാതെ, നിങ്ങൾ സ്ട്രെങ്തായി കഴിഞ്ഞു, ഇനി നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങളിൽ തന്നെ വിഷമിച്ച് നിൽക്കാതെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. അന്ധകാരം നിങ്ങൾ എങ്കിൽ ഇവിടെ ന്യൂ ബിഗിനിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ സങ്കടത്തോടു കൂടി ഇരിക്കരുത് എന്ന് യൂണിവേഴ്സ് പറയുന്നു. പഴയതിനെയൊക്കെ നിങ്ങൾ ഇപ്പോൾ വീണ്ടും അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, പാസ്റ്റിനെ നിങ്ങൾ വീണ്ടും പ്രസൻറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് നഷ്ടമായി പോകും എന്നുള്ളതാണ്. ചില വ്യക്തികളുടെ ലൈഫിലെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ വന്നു തുടങ്ങി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ചെറിയ ചെറിയ ഒരു അനക്കങ്ങൾ വന്നു തുടങ്ങി. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട്, നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടൊക്കെ ചെറുതായിട്ട് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഗ്രോത്ത് വന്നു തുടങ്ങിയിരിക്കുന്നു. ചില നാമ്പുകൾ ഇട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു അനുഭവം ചില വ്യക്തികളിലെങ്കിലും വന്നതായി കാണുന്നു. നിങ്ങളെ പിന്തുടരാൻ പോകുന്നു ചില കാര്യങ്ങൾ, നിങ്ങളെ വേദനിപ്പിച്ചിരുന്ന ചില കാര്യങ്ങൾ, അത് ജോലിയാകാം, റിലേഷൻഷിപ്പ് ആകാം, നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയാകാം. നിങ്ങൾ നിലവിളിക്കുകയായിരുന്നു ഇതുവരെയും, ഇത്രയും നാൾ നിങ്ങളിരുന്ന ചില സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ന്യൂ ബിഗിനിങ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഈ ന്യൂ മൂൺ നിങ്ങൾക്ക് അനുഗ്രഹം കൊണ്ടുതരുന്ന ഒരു എനർജിയായി കാണുന്നു. ഓക്കെ, നിങ്ങൾ പാസ്റ്റിനെ കൊണ്ടുവരാതിരുന്നാൽ മാത്രം മതി, നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരുന്നാൽ മാത്രം മതി. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ സ്ട്രെങ്ത് ആക്കിയിരിക്കുന്നു. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങളുടെ പിറകെ വരും എന്നുള്ളതാണ്. നിങ്ങൾ നിലവിളിച്ച് കരഞ്ഞതെല്ലാം യൂണിവേഴ്സ് കേട്ടിരിക്കുന്നു. ഒരിക്കലും നിങ്ങളുടെ ഉത്തരങ്ങൾ ഇല്ലാണ്ടിരിക്കുന്നതല്ല. നിങ്ങൾക്ക് വേണ്ടി പ്രകാശം ഇവിടെ ഉദിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും പാസ്റ്റിലേക്ക് കടന്നു പോകരുത്. വിഷമങ്ങൾ ഉണ്ടാകും. ഇമോഷൻ്റെ രാജാവാണ് ചന്ദ്രൻ. ഈ ഒരു മൂണിൻ്റെ ഈ ഒരു ടൈമിൽ നിങ്ങളെ ഇമോഷണലായിട്ട് നിങ്ങളെ താഴോട്ട് വലിച്ചുകൊണ്ട് പോകും. എങ്കിൽ പോലും നിങ്ങളുടെ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ അവിടെ നിന്നും ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യണം. നിങ്ങൾ ആര് എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വലുതായി നിങ്ങൾക്ക് തോന്നും എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഒരു ശരം കാണാം. ശരത്തിൽ ഒരു അമ്പ് വെച്ചിരിക്കുന്നതായി കാണാം. ഈ അമ്പ് ചെറുതായിട്ടൊന്ന് പിറകിലോട്ട് വലിക്കുന്നത് അതിവേഗത്തിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങൾ കാണുന്നതിന് വേണ്ടി അല്പം നിങ്ങൾ പിറകിലേക്ക് വന്നെന്നിരിക്കും. അതൊരിക്കലും നിങ്ങളുടെ തകർച്ചയായി നിങ്ങൾ കാണരുത്. നിങ്ങളുടെ പിറകെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം വന്നു ചേരുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അപ്പം ന്യൂ മൂൺ എൻ്റെ വ്യൂസിന് ഏറ്റവും ബെറ്റർ ആയിട്ടാണ് നിൽക്കുന്നത്. ആരും നെഗറ്റീവിലേക്കും പാസ്റ്റിലേക്കും പോയി ഈ ന്യൂ മൂണിൻ്റെ അനുഗ്രഹം നശിപ്പിച്ച് കളയണ്ട. നമുക്ക് എല്ലാവർക്കും ന്യൂ മൂണിനെ വരവേൽക്കാം. ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് തന്നെ വരവേൽക്കാം. എല്ലാവർക്കും ന്യൂ മൂൺ ആശംസകൾ. എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു.